ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് കാസർഗോഡ് ബ്രാഞ്ചും IAP കേരള ഡെർമറ്റോളജി ചാപ്റ്ററും സംയുക്തമായി പെഡ് ഡെർമോകോൺ 2026 സംസ്ഥാനതല പീഡിയാട്രിക് ഡെർമറ്റോളജി സമ്മേളനം സംഘടിപ്പിച്ചു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ ശിശുരോഗ വിദഗ്ധർ, ത്വക്കുരോഗ വിദഗ്ധർ, ബിരുദാനന്തര വിദ്യാർത്ഥികൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. Shopika Weddings, the bridal legacy. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന്റെ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന സമ്മേളനം IAP കേരള പ്രസിഡന്റ് ഡോക്ടർ നന്ദകുമാർ MK ഉദ്ഘാടനം ചെയ്തു. That is very important. As a pediatrician, is very because as you know, number of pediatricians are increasing, competition increasing. Parents are coming with knowledge gained through this thing, ChatGPT, Google, YouTube, and whatnot. Because they may be knowing much better than us majority of time. So if you don't know the condition, if you are not treating or diagnose it properly, and if you are not referring to an expert at proper this exact time, definitely you will be in trouble. So it is very important for all pediatricians, especially youngsters, to diagnose all these suspect conditions and refer to an expert, if possible treat it by yourself. And because my experience I will tell, because last week we had a case, it's a 45-year-old newborn, 45 days old newborn, brought to me with blister on right thigh. It's a recurrent. When I took history, from 15th day onwards, that is blister is coming and disappearing. ഉദ്ഘാടന ചടങ്ങിൽ IAP കാസർഗോഡ് പ്രസിഡന്റ് ഡോക്ടർ മാഹിൻ P. അബ്ദുള്ള സ്വാഗതം ആശംസിച്ചു. കുട്ടികളുടെ ആരോഗ്യ പരിപാലനം മെച്ചപ്പെടുത്തുന്നതിൽ സംയുക്ത അക്കാദമിക് സംരംഭങ്ങളുടെ പ്രാധാന്യം അദ്ദേഹം തന്റെ സ്വാഗത പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. IAP കേരള ഡെർമറ്റോളജി ചാപ്റ്റർ ചെയർപേഴ്സൺ ഡോക്ടർ യശ്വന്ത് കുമാർ AM അധ്യക്ഷത വഹിച്ചു. ഡെർമറ്റോളജി ചാപ്റ്റർ കൺവീനർ ഡോക്ടർ റെനി ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ച് ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും വിശദീകരിച്ചു. ദൈനംദിന ശിശുരോഗ ചികിത്സയിൽ പീഡിയാട്രിക് ഡെർമറ്റോളജിയുടെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും രോഗപരിചരണത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി തുടർച്ചയായ വൈദ്യശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയും ചെയ്തു. IAP കേരള സെക്രട്ടറി ഡോക്ടർ ഗോപി മോഹൻ R, NEBM പ്രതിനിധി ഡോക്ടർ ജോണി സെബാസ്റ്റ്യൻ, IAP കേരള മുൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ B. നാരായണൻ നായിക് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ദേശീയ തലത്തിൽ മികച്ച അക്കാദമികവും സംഘടനാപരവുമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിനുള്ള അംഗീകാരമായി IAP കാസർഗോഡ് ബ്രാഞ്ചിന് സെൻട്രൽ IAP അവാർഡ് സമ്മാനിച്ചു. തുടർന്ന് ആരംഭിച്ച ശാസ്ത്രീയ സെഷനുകളിൽ ഡോക്ടർ സ്മിത മുരളി നവജാത ശിശുക്കളിലെ ത്വക്കുരോഗങ്ങൾ, പ്രൊഫസർ ഡോക്ടർ ശ്രുതി കീർത്തി D. ഷേണോയ് അറ്റോപിക് ഡെർമറ്റൈറ്റിസിലെ പുതിയ അപ്ഡേറ്റുകൾ, പ്രൊഫസർ ഡോക്ടർ നജീബ റിയാസ് കുട്ടികളിലെ മുടിയുടെയും നഖത്തിന്റെയും രോഗങ്ങൾ എന്നീ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി. പ്രൊഫസർ ഡോക്ടർ റഹീമ കുട്ടികളിലെ സാധാരണ പിഗ്മെന്ററി രോഗങ്ങളെ സമീപിക്കുന്ന രീതിയെക്കുറിച്ച് വിശദീകരിച്ചു. ഡോക്ടർ ഗോപി മോഹൻ R മോഡറേറ്ററായ കുട്ടികളിലെ സാധാരണ ത്വക്ക് അണുബാധകളും പരാന്നഭോജി രോഗങ്ങളും എന്ന വിഷയത്തിലുള്ള പാനൽ ചർച്ച സമ്മേളനത്തിന്റെ പ്രധാന ആകർഷങ്ങളിലൊന്നായിരുന്നു. അനീഷ P. ബിന്ദഗതി കൗമാരപ്രായക്കാരിലെ ത്വക്ക് പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ഡോക്ടർ രാകേഷ് SV മോഡറേറ്ററായ പീഡിയാട്രിക് ഡെർമറ്റോളജി പോട്ട്പുരി സെഷനിൽ ടോപ്പിക്കൽ സ്റ്റിയോയിഡ് ചികിത്സ, സൺസ്ക്രീൻ ഉപയോഗം, പീഡിയാട്രിക് ഡെർമറ്റോളജിയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബയോളജിക്സ്, കുട്ടികളിലെ സോറിയാസിസ്, ആർട്ടിക്കേറിയ തുടങ്ങിയ വിഷയങ്ങൾ അവതരിപ്പിച്ചു. സമ്മേളനത്തിന്റെ സമാപന പ്രഭാഷണം ഡോക്ടർ SR നരഹരി അവതരിപ്പിച്ച ഡെർമറ്റോളജിക്കൽ എമർജൻസികൾ എന്ന വിഷയത്തിലായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ ശിശുരോഗ വിദഗ്ധരും ത്വക്കുരോഗ വിദഗ്ധരും വിവിധ സെഷനുകൾക്ക് അധ്യക്ഷത വഹിച്ചു. പ്രതിനിധികളുടെ ആവേശകരമായ പങ്കാളിത്തം സമ്മേളനത്തെ സജീവമായ അക്കാദമിക ചർച്ചകൾക്കും വിജ്ഞാന വിനിമയത്തിനും വേദിയാക്കി. IAP കാസർഗോഡ് സെക്രട്ടറി ഡോക്ടർ ഉദയ് ശ്രീനിവാസ് നന്ദി പ്രസംഗം നടത്തി. പെഡ് ഡെർമക്കോൺ 2026 വിവിധ സ്പെഷ്യാലിറ്റികൾ തമ്മിലുള്ള സഹകരണത്തിന്റെയും തുടർച്ചയായ വൈദ്യശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെയും പ്രാധാന്യം വീണ്ടും ഊന്നിപ്പറയുകയും കുട്ടികളിലെ ത്വക്കുരോഗ ചികിത്സയുടെ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള IAPയുടെ അക്കാദമിക പ്രതിബദ്ധത ശക്തിപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.